ഹലോ വെൽക്കം ബാക്ക് ടു JP ആംഗ്ലേഴ്സ് ആൻഡ് അഡ്വഞ്ചറസ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനിപ്പോൾ ഉള്ളത് സ്വിറ്റ്സർലാൻഡിലാണ്. ഞാനിപ്പോൾ ഉള്ളത് കേരളത്തിൽ തന്നെയാണ്. കേരളത്തിൽ ഒരു ഹിഡൻ സ്പോട്ട്, അതായത് നിങ്ങൾക്ക് മൂന്നാർ കണ്ടു മടുത്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അധികം ആരും വിസിറ്റ് ചെയ്യാത്ത ഒരു ഹിഡൻ സ്പോട്ടാണ് വട്ടവട. വട്ടവടയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നിങ്ങൾ കണ്ടില്ലേ, അതായത് ഒരു ഹില്ലിൻ്റെ എക്ദം മൗണ്ടൻ ടോപ്പിലാണ് നമ്മളുള്ളത്. നമ്മളിപ്പോൾ ഈ താഴെ കാണുന്ന റോഡും കാര്യങ്ങളും ഈ ചെറിയ ചെറിയ ഇത് കാണുന്നുണ്ട്, ഇതൊക്കെ വീടുകളാണ്. ഓക്കെ, അപ്പോൾ ഇതിലൂടെയാണ് നമ്മൾ മുകളിലേക്ക് ഓഫ് റോഡ് ചെയ്ത് 4x4 വണ്ടി എടുത്ത് മുകളിലോട്ട് മല കയറി വന്നത്. അപ്പോൾ ആരെങ്കിലും മൂന്നാർ കണ്ടും മടുത്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഡെഫിനറ്റ്ലി ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് വട്ടവട. ഇവിടുത്തെ ഒരു റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ, ഒരുപാട് ട്രക്കിംഗ് പോലത്തുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ ആരും നമ്മളെ വീഡിയോ മിസ് ചെയ്യരുത്. അഡ്വഞ്ചർ ട്രാവലിംഗ് ബ്ലോഗ് ഇഷ്ടപ്പെടുന്ന നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. കേരളത്തിലൊരു ഹിഡൻ സ്പോട്ടായ വട്ടവടയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ 4x4 ഞാൻ പറഞ്ഞത് താഴെന്ന് മുകളിലേക്ക് നിങ്ങൾക്ക് മല കയറി വരേണ്ടതുണ്ട്. അപ്പോൾ താഴെ ജീപ്പ് സൗകര്യമുണ്ട്, അതായത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് കൊടുത്താൽ അവർ നിങ്ങളെ മുകളിലെത്തിച്ചേരും. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്, കംപ്ലീറ്റ് വീഡിയോ കാണാം. എന്നിട്ട് നിങ്ങളെ ജെന്യൂൻ ആയിട്ടുള്ള കമൻസും കാര്യങ്ങളൊക്കെ ഇതിൽ മെൻഷൻ ചെയ്യുക, നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാം. അപ്പോൾ ഗോ ഫോർ വീഡിയോ. നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ രാവിലെ ഏകദേശം ഒരു 11 മണിയാകുമ്പോഴത്തേക്കും മൂന്നാറിൻ്റെ ആ ഒരു പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് ആ ഒരു തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെ യാത്ര ആരംഭിക്കുകയാണ്. നമ്മളിന്ന് നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ വട്ടവട എന്ന് പറയുന്ന ഒരു ഹിഡൻ സ്പോട്ടിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്ന പ്രകൃതി മനോഹരമായ കാട്ടിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ആരംഭിച്ചിരിക്കുന്നത്. നമ്മുടെ റിസോർട്ട് ഇപ്പോൾ ലാസ്റ്റ് വീഡിയോ കണ്ടവർക്കറിയാം, നമ്മുടെ റിസോർട്ടിൽ താമസിച്ച ആ റിസോർട്ടിൽ നിന്നും ഏകദേശം ഒരു 4 കിലോമീറ്ററാണ് എക്സാക്റ്റ് മൂന്നാർ സിറ്റിയിലേക്കുള്ളത്. മൂന്നാർ സിറ്റിയിൽ നിന്നും ഈ ഒരു വട്ടവട ഹില്ലിലേക്ക് ഉള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 70 കിലോമീറ്റേഴ്സാണ്. നമുക്ക് യാത്ര ചെയ്യുമ്പോൾ തന്നെ ആ ഒരു റൂട്ടിലൂടെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ പറ്റും. അവസാനം നമ്മൾ വട്ടവട മെയിൻ ചെക്ക് പോസ്റ്റിലവിടെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ഒക്കെ നമുക്ക് എഴുതി കൊടുക്കേണ്ടതുണ്ട്. കാരണം രാവിലെ 6 മണിക്കാണ് ആ ഒരു ചെക്ക് പോസ്റ്റ് ഓപ്പൺ ചെയ്യുന്നത്. കാട്ടിലോട്ടുള്ള യാത്ര ആയതുകൊണ്ട് വൈകുന്നേരം 6 മണിക്ക് ക്ലോസ് ചെയ്ത് പിറ്റേ രാവിലെ 6 മണിക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. നമ്മൾ ഏകദേശം ഒരു 1 hour 2 hour കൊണ്ട് വട്ടവട ടൗണിലെത്തി. ഞാൻ എടുത്തു പറയാൻ പറ്റുന്ന ഒരു സിറ്റി ടൗണൊന്നുമല്ല, ഒരു ചെറിയ ഒരു വില്ലേജാണ് വട്ടവട ടൗൺ. അവിടെ നിന്നും നമുക്ക് ഹില്ലിൻ്റെ ടോപ്പിലേക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട്. നമുക്ക് 4x4 ജീപ്പ് ഉണ്ടെങ്കിലാണ് ഏറ്റവും കൂടുതൽ സൗകര്യമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെയാണ് നമുക്ക് യാത്ര ചെയ്യേണ്ടതുള്ളത്. അപ്പോൾ നമ്മൾ നേരെ വട്ടവട നമ്മൾ ബുക്ക് ചെയ്ത ഓറിയൻ റിസോർട്ടാണ് ആ റിസോർട്ടിൻ്റെ പേര്. ആ റിസോർട്ടിലേക്കാണ് നമ്മൾ യാത്ര. അതേപോലെ തന്നെ അവിടേക്കുള്ള വഴി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞ റോഡായതുകൊണ്ട് 4x4 ഓഫ് റോഡിങ് ഒക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഏകദേശം നമ്മളൊരു 8 കിലോമീറ്റേഴ്സ് ആ ഒരു മലമുകളിലേക്ക് കയറിയതിന് ശേഷം നമ്മൾ ഇന്ന് താമസിക്കാൻ ഉദ്ദേശിക്കുന്ന ഓറിയൻ റിസോർട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ഒരു ഓറിയൻ റിസോർട്ടിൻ്റെ എൻട്രൻസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ എത്തുമ്പോൾ തന്നെ ഒരു പ്രത്യേകതരം വൈബായിരുന്നു. കാരണം നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും, ഈ മലമുകളിൽ നിന്നും കാണുന്ന ആ കോടമഞ്ഞിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് തന്നെ നമുക്ക് അവിടേക്ക് എത്തിച്ചേരാൻ സാധിച്ചു. ഫൈനലി നമ്മൾ അങ്ങനെ റിസോർട്ടിലെത്തിയിട്ടുണ്ട്. വട്ടവട ഇത്രയും ബ്യൂട്ടി ആയിട്ടുള്ളൊരു പ്ലേസ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇറ്റ്സ് ഓസം. നമ്മൾ റിസോർട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചാൽ ഇതൊരു എക്ദം മൗണ്ടൈൻ, എന്താ പറയുക, ഹിൽ ടോപ്പിലാണിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ വണ്ടിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഓഫ് റോഡിങ് ചെയ്ത് തയ്യാറാക്കാനുള്ളതാണ്. നിങ്ങൾക്ക് റിസോർട്ട് കാണിച്ചു തരാം മക്കളെ. മൂന്നാറിങ്ങ് പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ബെറ്ററായിട്ട് മൂന്നാറിൽ നിന്ന് നിങ്ങൾക്കൊരു 60-70 കിലോമീറ്റേഴ്സ്. ഇതിൻ്റെ താഴൊക്കെ കണ്ട, ഇത് ഫുള്ള് കൊക്കയാണ്, കണ്ടില്ലേ? അതൊക്കെ നമുക്ക് വ്യൂ ഇതിന് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ഇൻ ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റൂം കാണിച്ചു തരാം ആദ്യം. എന്നിട്ട് 4-5 കോട്ടേജ് ആണുള്ളത്. അപ്പോൾ വ്യൂസ് മക്കളെ
ഇതിൻ്റെ എല്ലാ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഞങ്ങൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട, എല്ലാം കാണിച്ചു തരാം. പിന്നെ ഇത് കംപ്ലീറ്റ് വുഡിൽ ചെയ്തതാണ്. ക്വാളിറ്റി ഹോസ്പിറ്റാലിറ്റി ഒക്കെ പെർഫെക്റ്റാണ് ഇവിടുത്തെ. ഇതിനൊരു ചെറിയ വ്യൂസ് ഇവിടുന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, ഫുൾ കൊക്കയാണ് താഴെ. കണ്ടില്ലേ, ഇത് ഫുള്ള് ഈ ഒരു മൗണ്ടൻ, അതായത് ഈ ഒരു മല നമ്മൾ ഏകദേശം ഒരു 15 കിലോമീറ്റർ മുകളിലോട്ട് ട്രക്കിങ്, നല്ല ഓഫ് റോഡായിരുന്നു, അടിപൊളിയായിരുന്നു. ഇതാണ് നമ്മൾ ചൂസ് ചെയ്ത വില്ല അപ്പാർട്ട്മെൻറ്റ്. ഇതിൻ്റെ അപ്പുറത്തൊരു നെക്സ്റ്റ് അപ്പാർട്ട്മെൻറ്റ് കൂടിയുണ്ട്. അപ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റ് ക്യാരറ്റ് എന്നാണ് ഇതിൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ പേര്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തൊന്നും നിങ്ങൾ കാണിച്ചാൽ കണ്ടില്ലേ, ഇറ്റ്സ് എ ക്യാരറ്റ്. ഇൻറ്റീരിയർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ വേറെ ലെവലാണ് ഇവിടുത്തെ ക്ലൈമാറ്റ്, അതുപോലെ തന്നെ ഇൻറ്റീരിയേഴ്സ് ഫുൾ വുഡിൽ ചെയ്ത അടിപൊളി ഡൈനിങ് സിസ്റ്റം, അതുപോലെ തന്നെ കംപ്ലീറ്റ് വുഡിൽ ചെയ്തൊരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഒരു ഫാമിലിയാണ് ഇത് നടത്തിക്കൊണ്ട് പോകുന്നത്. ബെഡ്റൂംസ് കാണിച്ചു തരാം. ഇറ്റ്സ് ഓസം. മാഷാഅല്ലാഹ്. ഇവിടുത്തെ ക്ലൈമാറ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു വേറെ വൈബാണ്. കംപ്ലീറ്റ് വുഡിൽ ചെയ്തിട്ട് മിററും കാര്യങ്ങളും, അതുപോലെ തന്നെ കബോർഡും കാര്യങ്ങളും ടാബിളും ഒക്കെ സെറ്റപ്പ് ആണ്. എനിക്ക് ഇവിടുന്ന് ഒരു വ്യൂസ് കാണിച്ചത്. ഇറ്റ്സ് ഓസം. അപ്പോൾ വട്ടവട ഒരാൾ മിസ് ചെയ്യേണ്ട. വട്ടവട എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ഹിൽ ടോപ്പിലുള്ള സ്ഥലമാണ്. ഓക്കെ, ഇവിടുത്തെ ലാംഗ്വേജസ് മലയാളികളാണ് അധികവും, പക്ഷേ കുറേ തമിഴ് പീപ്പിൾസ് ഇവിടെ ഉണ്ട്, ഇങ്ങനെ കാണാൻ പറ്റും. വട്ടവട ഒരിക്കലും ഡെഫിനറ്റ്ലി ആയിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും, ഒരിക്കലും മിസ് ചെയ്യരുത്. ഇതൊരു ഹിഡൻ സ്പോട്ടായിരുന്നു. ഇപ്പോൾ അധികം ആൾക്കാർ വരാൻ തുടങ്ങിയിട്ടാണ്. ഇങ്ങനെ ടോയ്ലറ്റ്സും കൂടി ഞാൻ കാണിച്ചു. ഇതാണ് ഇവിടുത്തെ ഒരു ടോയ്ലറ്റ് സെറ്റപ്പ്. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, കാരണം മലയാളികളെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇന്ത്യയിലായ രീതിയിൽ എല്ലാത്തിലും നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതുപോലെ തന്നെ എനിക്ക് രാത്രി നിങ്ങൾക്ക് ഞാൻ ഈ ബാൽക്കണി കൂടി കാണിച്ചു തരാം. ഇപ്പോൾ തീയിടാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഡൈനിങ് ആണ്, കണ്ടില്ലേ ക്യാരറ്റ്. ഇനി നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ പുറത്തത്തെ വ്യൂസ് കാണിച്ചു തരാം. ആസ്വദിച്ചാൽ തന്നെ മതി. ഇവിടുത്തെ മഞ്ഞും അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്ന ഈ മലമുകളിലുള്ള ഈ ഒരു ഭംഗിയായ കാഴ്ച കണ്ട് ആസ്വദിച്ച് അവിടെ ഇരുന്നാൽ തന്നെ മതി. ഒരു കപ്പ് കോഫിയും അതുപോലെ തന്നെ ഒരു സീറ്റിങ്ങും ചെയ്ത് അവിടെ ഇരുന്നാൽ നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു, നമ്മുടെ ഫാമിലിയും ഒരുപാട് എൻജോയ് ചെയ്തു. ഈ ഒരു വ്യൂസിലാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ്സ്. അപ്പോൾ നമ്മൾ രാത്രി ഏകദേശം ഒരു 7:30 8 o'clock ആകുമ്പോൾ നല്ല മഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് നേരെ റൂമിനകത്ത് കയറി ബാക്കി നാളെ രാവിലത്തെ കാഴ്ചകളാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. അങ്ങനെ ഞങ്ങൾ രാവിലെ ഏകദേശം ഒരു 6 o'clock ആകുമ്പോൾ തന്നെ എഴുന്നേറ്റ് അവിടുത്തെ വ്യൂസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഏർലി മോർണിംഗ് തന്നെ എഴുന്നേറ്റും. പിന്നെ ഒരുപാട് സ്റ്റേ ചെയ്തിട്ടും അതുപോലെ തന്നെ ട്രാവൽ ചെയ്തിട്ട് ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ ഈ ഒരു ഹില്ലിൻ്റെ ടോപ്പിൽ നിന്നുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് അതൊരു ന്യൂലി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. ആ ഒരു വ്യൂ പോയിന്റിൽ ഇരുന്നുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കഴിച്ചു, ഒരുപാട് എൻജോയ് ചെയ്തു. അതിനുശേഷം ഇവിടെ ഒരു ട്രക്കിങ്ങിനുള്ള പ്ലേസ് ഉണ്ട്, നടന്നുകൊണ്ടൊരു ഹില്ലിൻ്റെ മൗണ്ടൈൻ്റെ സൈഡിലൂടെ നടന്നു പോകാനുള്ളൊരു പ്ലേസ് ഉണ്ട്. അവിടേക്കാണ് നമ്മൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നേരെ അങ്ങോട്ടാണ് ഇനി പോകുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളായിട്ട് പോയത്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 7 o'clock ആയി രാവിലെ. മുറിയിൽ നിന്ന് നേരെ ഇറങ്ങി. താഴെ ഒരു അടിപൊളി വ്യൂ പോയിന്റ് ഉണ്ടെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കണ്ടില്ല, ഈ സ്ഥലത്ത് നിന്ന് നമ്മൾ മുകളിലാണ്, ഇതിൻ്റെ മുകളിലാണ് നമ്മൾ റിസോർട്ട്. ഏകദേശം ഈ സ്ഥലമായിട്ട് വരും. ഓക്കെ, ഇവിടെ നമ്മളിങ്ങനെ വാക്ക് ചെയ്ത് താഴോട്ട് വന്നു.
വന്ന് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു അടിപൊളി വ്യൂ ആണ് ഇവിടെ കാണാൻ പറ്റും. താഴെ കണ്ടില്ലേ, ഒരു കൊക്കയാണ്. അതുപോലെ തന്നെ നമ്മൾ ബാക്ക് സൈഡിലുള്ളത് ഒരു മൗണ്ടെയിനാണ് കണ്ടില്ലേ. അപ്പോൾ മോർണിംഗ് നല്ല അടിപൊളി തണുപ്പും അതുപോലെ തന്നെ സൂപ്പറായിട്ടുള്ള വ്യൂസാണ്. പിന്നെ നമ്മൾ താഴെ നിന്ന് വന്ന സ്ഥലം നിങ്ങൾ കാണിച്ചു തരാം. ഡ്രൈവ് ചെയ്ത് വന്ന സ്ഥലം കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഈ കാണുന്നൊരു സ്ഥലമാണ് നമ്മൾ ഡ്രൈവ് ചെയ്ത് വന്ന സ്ഥലം. കണ്ടില്ലേ, നിങ്ങൾക്ക് താഴെ നിന്ന് കാണാൻ പറ്റും. ഇവിടെ നിന്നാണ് നമ്മൾ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ മല കയറി ഹില്ലിൻ്റെ ടോപ്പിൽ വന്നിട്ട് പോകും. അപ്പോൾ അടിപൊളിയായിരുന്നു സ്റ്റേ. തണുപ്പ് എന്ന് പറഞ്ഞെങ്കിൽ നോർമൽ തണുപ്പൊന്നുമല്ല, ഹെവിയാണ്. രാത്രി മിഡ് നൈറ്റ് എല്ലാം ആകുമ്പോൾ നമുക്ക് ഫ്ലോറിലൊന്നും നിൽക്കാൻ പറ്റില്ല. കംപ്ലീറ്റ് സോക്സിലായിരുന്നു എല്ലാവരും. നല്ല വെറൈറ്റി ക്ലൈമറ്റാണ്, തണുപ്പ്. പിന്നെ ചൂടുവെള്ളവും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്, ഹീറ്ററും കാര്യങ്ങളൊക്കെ റിസോർട്ടിനകത്ത്. നല്ല അടിപൊളി ഫെസിലിറ്റീസുള്ള റിസോർട്ട് തന്നെയാണ്. അപ്പോൾ വട്ടവട എന്നറിയുന്നത് ഒരു ഹിഡൻ സ്പോട്ടാണ്. അതിങ്ങനെ കുറേ ആൾക്കാരൊന്നും ഇപ്പോൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ മുമ്പ് തന്നെ ഫെമിലിയറായ ഒരു ഏരിയ സ്പോട്ടല്ല. അപ്പോൾ നമ്മളിങ്ങനെ ഒരാൾ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ മൂന്നാർ വന്നിട്ട് അവിടുന്ന് നേരെ വട്ടവട. മൂന്നാറിൽ നിന്ന് ഏകദേശം ഒരു 75 കിലോമീറ്റേഴ്സ്, അതാണ് വട്ടവടയിലേക്കുള്ള ഡിസ്റ്റൻസ് മൂന്നാർ ടൗണിൽ നിന്ന്. പക്ഷേ ഒരു ഹിൽ ടോപ്പിലേക്ക് നമുക്കൊരു ഓഫ് റോഡിങ് ഒരു എന്താ പറയുക ഓഫ് റോഡിങ് റൈഡാണ് ഇതിൻ്റെ മുകളിലേക്ക്. റോഡ് അത്ര ഒരു ക്ലീൻ റോഡല്ല. അപ്പോൾ അധികവും 4x4 ആണെങ്കിലാണ് ബെറ്റർ. അതല്ലെങ്കിൽ ഡൗണിൽ നിന്ന് അവർ ജീപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഡ്രൈവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റേതായ ഫീ കൊടുത്ത് അവർ നിങ്ങളെ മുകളിലേക്ക് കൊണ്ടുവരും. അപ്പോൾ നമ്മളെ വണ്ടിയിൽ തന്നെയാണ് വന്നത്. അത് ഓഫ് റോഡ് ആയതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് മല കയറാൻ പറ്റി. അപ്പോൾ ഇതാണ് റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും എന്ന് പറഞ്ഞെങ്കിൽ 6500 ആണ്. അത് സീസണബിളാണ്. ലൈക്ക് 7000 വരാം, ചിലപ്പോൾ കുറയാം, അതിനനുസരിച്ചാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ അടിപൊളി ഫെസിലിറ്റീസാണ്. കംപ്ലീറ്റ് വുഡിൽ ചെയ്തൊരു റൂംസ് തന്നെയാണ്. നല്ല ഹോസ്പിറ്റാലിറ്റി, സ്റ്റാഫും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഒരു ഹില്ലിൻ്റെ അതായത് ഏറ്റവും മുകളിൽ ഈ ഒരു വട്ടവട എന്ന് പറയുന്ന സ്ഥലം ടൗണിൽ നിന്ന് ഈ കാണുന്ന ഡൗൺ കാണുന്ന സ്ഥലമാണ് ടൗൺ. ഇതിൽ നിന്നും എല്ലാത്തിൻ്റെ മുകളിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. ഇത് നടത്തിക്കൊണ്ട് പോകുന്നത് മലയാളീസാണ്. 2 മലയാളി ഒരു ഫാമിലിയാണ്, ഒരു വൈഫും ഹസ്ബൻഡുമാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. വട്ടവട ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും ഞാൻ ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ, ഹെവി തണുപ്പാണ്. ഒരു ഉച്ചക്ക് ഒരു 12-1 മണിയാകുമ്പോൾ അത്യാവശ്യം നോർമൽ മൂഡിലേക്കാണ് ക്ലൈമാറ്റ് വരുന്നത്. അപ്പോൾ ഒരുപാട് വ്യൂസ് ഇവിടെ തന്നെ, ഒരുപാട് എനിക്ക് ട്രക്കിങ്ങിനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സ്ട്രോബെറിൻ്റെ ഫാമിംഗ് ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് അതൊന്ന് വിസിറ്റ് ചെയ്യണം. നമുക്ക് ഓണായിട്ട് പറിച്ച് സ്ട്രോബെറിയും കാര്യങ്ങളൊക്കെ കഴിക്കാം. അങ്ങനെയുള്ളൊരു സ്പോട്ടാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പോൾ ആർക്കെങ്കിലും വട്ടവട, അതായത് മൂന്നാർ, ഇപ്പോൾ കംപ്ലീറ്റ് ആൾക്കാരൊക്കെ അധികം വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് മൂന്നാറിൽ നിന്നും നിങ്ങൾക്ക് ഒരു അടിപൊളി ഹിഡൻ സ്പോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് വട്ടവട. കാണേണ്ട സ്ഥലമാണ്. അതായത് ഒരു മൗണ്ടൻ ഹില്ലിൻ്റെ ടോപ്പിലാണ് ഈ ഒരു സ്ഥലം. അതുപോലെ തന്നെ ഹെവി ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെ നമുക്ക് വരേണ്ടതുണ്ട്, ഒരു 8-9 കിലോമീറ്റേഴ്സ്. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും ട്രാവൽ അഡ്വഞ്ചർ വീഡിയോസ് ഇഷ്ടമുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്ക് അയച്ചു കൊടുക്കുക. സ്റ്റേ ട്യൂൺ ഗൈസ്, ബി ഹാപ്പി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.